എല്ലാവർക്കും MK പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നന്നാറി സർബത്ത് ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം നന്നാറിയും അഥവാ നറുനീണ്ടിയെന്നും പറയൂ കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അടുപ്പത്താണ് വെക്കുന്നത്. അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു നന്നാറിൻ്റെ കീ ഉണ്ടാക്കി ആ വെള്ളത്തിലേക്ക് ഇടണം. അതിന് ഒരു തുണി എടുത്ത് ഇതേപോലെ ചെറിയൊരു ഉരലിൽ നന്നാറി നന്നായിട്ട് ചതച്ചെടുക്കുക. ഇത് 4-5 മണിക്കൂർ കുതിർത്താലും ഇത് ചതഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയും ചെയ്യേ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, എൻ്റെ മിക്സിൻ്റെ ബ്ലേഡ് അത്ര കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചതച്ചതിന് ശേഷം കുറച്ച് ഏലക്ക എടുത്തിട്ട്, ഞാനിവിടെ ഒരു 5-8 ഏലക്ക എടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ചതച്ച് ഈ കീയിലേക്ക് ഇടുകയാണ്. ഇതേപോലെ കീ കെട്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അങ്ങനെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഈ പഞ്ചസാര ഞാനിവിടെ ഇപ്പോൾ എടുക്കുന്നത് 5 കിലോ പഞ്ചസാരയാണ്. അതിലൊരു 500 ഗ്രാം ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുന്നത്, മുട്ടയുടെ വെള്ള കേട്ടോ. മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാരയിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇത് കുഴക്കുന്നത്. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇതേപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച ആ വെള്ളത്തിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതേപോലെ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 500 ഗ്രാം പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ 5 കിലോ വെച്ചിട്ടാണ് സർബത്ത് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഈ 5 കിലോ പഞ്ചസാരയിലേക്ക് ഒരു 6-7 ലിറ്ററോളം വെള്ളം ചേർക്കുന്നുണ്ട്.
അത് എന്നിട്ട് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയട്ടെ. അതിന് ശേഷം നന്നായിട്ട് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതാ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ കാരമലൈസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നന്നാറി സർബത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ കളറ് ചേർക്കും, അപ്പോൾ നമ്മളത് കളറ് ചേർക്കുന്നില്ല. ഇത് അതിനകത്ത് ഒഴിച്ചെന്ന് വിചാരിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു കളറ് കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളിനി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ പഞ്ചസാരേൻ്റെ കളറ് മാറി. ഈ മുകളിലൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന പഞ്ചസാരേൻ്റെ അകത്തുള്ള അഴുക്കുകളൊക്കെയാണ്. അതിനാണ് നമ്മൾ കോഴിമുട്ടൻ്റെ വെള്ള ചേർത്തത്. ഇപ്പം അതങ്ങനെ ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തേനിൻ്റെ ഒരു പരുവാണ് കേട്ടോ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇത് കീ എടുത്ത് മാറ്റാണ്. ഈ പാടൊക്കെ അതേപോലെ നമ്മൾ അരിച്ച് മാറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാനായി. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി കുറുകും. അപ്പോൾ കറക്റ്റ് തേനിൻ്റെ പരുവത്തിലായിരിക്കും കിട്ടുക കേട്ടോ. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. നല്ല കളറും നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ കൊണ്ട് ഒരു 6 ലിറ്റർ സർബത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ. അടുത്തതൊരു സീൽ വീഡിയോ ആയിട്ട് വരാം. പ്രാവശ്യത്തെ നോമ്പ് നല്ല വെയിലൊക്കെ ആയത് കാരണമാണ് വീഡിയോ വൈകിയത്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.